പലർക്കും ബ്രേക്കപ്പ് പല രീതിയിലായിരിക്കും അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാം അല്ലെ. ചിലർക്ക് അത് അവരുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ റിലീഫ് ആണെങ്കിൽ മറ്റു ചിലർക്ക് അത് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെ ഒരു റിലേഷൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ആ റിലേഷൻ എങ്ങനെയാണ് എൻഡ് ആയത് എന്നതിനൊക്കെ ബേസ് ചെയ്തിരിക്കും. എന്നാലും ചില സമയത്ത് നമ്മളെ എക്സുമായിട്ട് പാച്ചപ്പ് ആവുന്നത് അത്ര വലിയ ബാഡ് ഐഡിയ ഒന്നുമല്ല. പക്ഷെ ആഫ്റ്റർ ഒരു ബ്രേക്കപ്പിന് ശേഷവും നമ്മുടെ എക്സ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സയൻസ് നമുക്ക് നോക്കിയാലോ. നമ്പർ 1, യുവർ എക്സ് സ്റ്റേസ് ഇൻ ടച്ച്. ആഫ്റ്റർ ബ്രേക്കപ്പിന് ശേഷം ഒരു നോ കോണ്ടാക്ട് റൂൾ ഒന്നും വെക്കാണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ എക്സ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലുമൊക്കെ അവർക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് എന്നതിനർത്ഥം അവർ നിങ്ങളുമായിട്ടുള്ള ബ്രേക്കപ്പ് ഒരു ഫൈനൽ എൻഡിങ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല എന്നതാണ്. നമ്പർ 2, യുവർ എക്സ് ഫോളോസ് ഓൺ യുവർ സോഷ്യൽ മീഡിയ. ഈ ഫോളോ ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫോളോ ബട്ടൺ അടിച്ച് ഫോളോ ചെയ്യണത് മാത്രമല്ല കേട്ടോ. അവർ നിങ്ങൾ അൺബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ, ഈവൻ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അതും ഒരു ഫോളോയിങ് ആണ് അല്ലെ. അപ്പൊ അവര് നിങ്ങൾ മൂവ് ഓൺ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഡു സ്റ്റിൽ കെയർ അബൌട്ട് യു. അപ്പം അവര് നിങ്ങളെ ഇങ്ങനെ സോഷ്യൽ മീഡിയസിലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ വയ്യ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. യുവർ എക്സ് അഡ്മിറ്റ്സ് ദാറ്റ് ദേ മിസ് യു. അപ്പൊ നമുക്കൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സുഖമുള്ള ഒരു കാര്യമാണ് എനിക്ക് നിന്നെ മിസ് ചെയ്യണം എന്നുള്ളത് അല്ലെ. അപ്പം ആഫ്റ്റർ ഒരു ബ്രേക്കപ്പിന് ശേഷവും നിങ്ങളുടെ എക്സ് വന്നിട്ട് എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട്, നിങ്ങളുമായിട്ട് ചിലവഴിച്ച നല്ല സമയത്തിന്റെ ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ട്, അത് അവർക്ക് മിസ് ചെയ്യുന്നു എന്നതാണ്. ഇതും അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നതിനുള്ള ഒരു സൈൻ തന്നെയാണ്. നെക്സ്റ്റ് വൺ, യുവർ എക്സ് ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ലവ് ലൈഫ്. ആഫ്റ്റർ ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ എക്സിനെ പോലെ അല്ലാണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ എക്സ് നിങ്ങളുടെ പ്രസന്റ് ലവ് ലൈഫ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈഗർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്ക് നിങ്ങള് ആളുമായിട്ട് മൂവ് ഓൺ ആയോ എന്നത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വൺ, യുവർ എക്സ് ഫ്ലേർട്സ് വിത്ത് യു. അപ്പൊ നമുക്ക് ഒരാളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നമുക്ക് മാനസികമായിട്ട് ഒരു തരിയെങ്കിലും ഇഷ്ടമോ സ്നേഹമോ ദേഷ്യമോ ഒന്നും ഇല്ലാതിരിക്കണം. ഇങ്ങനെ നമുക്ക് ഇഷ്ടവും സ്നേഹവും ദേഷ്യവും ഒക്കെ ഉള്ള ഒരാളുടെ അടുത്ത് നമുക്ക് ഫ്ലേർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മളത് ചെയ്യേയില്ല. അപ്പൊ ആഫ്റ്റർ ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ എക്സ് നിങ്ങളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിന്റെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് ആ സെയിം കൈൻഡ് ഓഫ് ഫീലിംഗ് ഇപ്പോഴും ഉണ്ട് എന്നതാണ് അർത്ഥം. അപ്പം നമ്മുടെ അടുത്ത് ഒരാൾക്കൊരു ഫീലിംഗ് തോന്നണമെങ്കിൽ, അതും നമ്മുടെ എക്സിന് അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ നമ്മൾ ഇപ്പോഴും ഉണ്ട് എന്നത് തന്നെയാണ് അർത്ഥം. അപ്പം ഇതും ഒരു കൈൻഡ് ഓഫ് സൈൻ തന്നെയാണ്. നെക്സ്റ്റ് വൺ, യുവർ എക്സ് ടോക്സ് അബൌട്ട് ദ ഗുഡ് ഓൾഡ് ഡേയ്സ്. ഒരു ബ്രേക്കപ്പിന് ശേഷം നമ്മുടെ പലരുടെയും മനസ്സിലുണ്ടാവുന്ന ചിന്തകള് അത് നമ്മളെ എത്രത്തോളം വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു, ചതിച്ചു, വഞ്ചിച്ചു എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ മറികടന്ന് നമ്മുടെ ഉള്ളില് നമ്മൾ ചെലവിട്ടിരുന്ന നല്ല സമയങ്ങളെ പറ്റി, നല്ല മൊമെന്റ്സിനെ പറ്റിയൊക്കെയാണ് നമ്മുടെ എക്സിന്റെ ഉള്ളിൽ നമ്മളെ പറ്റിയുള്ള ഫീലിങ്സ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളുടെ അടുത്ത് ഇപ്പോഴും ഇഷ്ടമുണ്ട്, ആ പഴയ നല്ല ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോവാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിനർത്ഥം. അപ്പം ഈ പറഞ്ഞ സയൻസ് എല്ലാം നിലനിൽക്കവേ തന്നെ നമ്മൾ ബ്രേക്കപ്പ് ആയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ആകാതിരുന്നത്, ഇനിയും പാച്ചപ്പ് ആയ എന്തൊക്കെ സംഭവിക്കും എന്നത് നല്ലപോലെ ആലോചിച്ച് മനസ്സിരുത്തി ഒരു നല്ല തീരുമാനം എടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്.